ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ആണ് ഞാനിവിടെ നിൽക്കുന്നത്. ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങുന്ന കാലത്ത് ഒരു സിനിമയോടുള്ള ആഭിമുഖ്യം അല്ലെങ്കിൽ സിനിമയോടുള്ള സ്നേഹം, സിനിമയോടുള്ള ആവേശം കൊണ്ട് സിനിമ കാണുകയും പിന്നെ എൻ്റെ സിനിമകൾ IFFKയിൽ വന്ന് അത് കണ്ടും ഒക്കെ ഇപ്പോൾ 30ാമത് IFFKയുടെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് I am very proud and I am very happy and I am very thankful for that. അതോടൊപ്പം തന്നെ 30ാമതിൻ്റെ ഒരു അഭിമാനം ഉണ്ടല്ലോ. ഇവിടെ ഇരിക്കുന്ന ഓരോ മുഖങ്ങളും എനിക്കറിയാവുന്ന, അതുതന്നെ എനിക്ക് ഓരോരുത്തരും, ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിലുണ്ട്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുഖങ്ങൾ എൻ്റെ അടുത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു സ്ട്രെങ്ത്തും. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും അവരുടെ ചിന്ത 12ാം തീയതി മുതൽ 19ാം തീയതി വരെയുള്ള ഈ ഉത്സവം തന്നെയാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ടാവും, ഏതൊക്കെയാണ് ഐറ്റംസ് അല്ലെങ്കിൽ എന്തൊക്കെ വിഭാഗങ്ങളുണ്ടാവും, എല്ലാം വളരെ ക്ലിയറാണ് കാണാൻ വന്നിരിക്കുന്നവർക്ക്. മീറ്റ് ദ പ്രസ് ആയാലും ഓപ്പൺ ഫോറം ആയാലും 15 തിയേറ്റേഴ്സ് ആയാലും 206 സിനിമയുണ്ടെന്നും ഒക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വന്നവരാണ് ഈ തീർത്ഥാടനത്തിന്. ഈ 30ാമത്തെ വർഷവും അതേ പ്രതീക്ഷ നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാം. കഴിഞ്ഞ വർഷം നടന്നത്, ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആ യാത്രയിൽ, കഴിഞ്ഞ 3 വർഷവും ഉണ്ടായിരുന്നു. അതിലും ഭംഗിയായിട്ട് ഇത് നമുക്ക് നടത്തണം. ഇത് ചലച്ചിത്ര അക്കാദമി, കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒറ്റയ്ക്കല്ല നടത്തുന്നതെന്നുള്ള നല്ല ബോധ്യമുള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇതിന് പൂർണ്ണ നമ്മളോടുള്ള എല്ലാ തരത്തിലും ചേർന്ന് നിന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ 206 സിനിമയുണ്ട് എന്ന് പറഞ്ഞു. വിയറ്റ്നാമാണ് ഇത്തവണത്തെ ഫോക്കസ്. എല്ലാ അർത്ഥത്തിലും ഇതൊരു അനുഭവം തന്നെയായിരിക്കും. ചെറിയ സമയത്തിനുള്ളിലാണ് ചലച്ചിത്ര അക്കാദമി, ഞാൻ ചാർജ് എടുത്തിട്ടും ഒരു 1.5 മാസമേ ആയിട്ടുള്ളൂ. ചെയർമാൻ ഉണ്ട്. ചെയർമാൻ ഇന്ന് എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഓരോ മിനിറ്റുകളും അദ്ദേഹം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു. ആൻഡ് ഈസ് എൻ എക്സ്ട്രോർഡിനറി ഫിലിം മേക്കർ, film specialist in the sound, and he is with us in every step. ഞാനത് അനുഭവിച്ചത് കൊണ്ടാണ് പറയുന്നത്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ കൂടെയുണ്ട്. സോ ഈ ഡെലിഗേറ്റ് സെൽ ഉദ്ഘാടനമാണല്ലോ നമ്മുടെ തുടക്കം എപ്പോഴും. ആൻഡ് ഇറ്റ്സ് എ പ്രൗഡ് മൊമെൻറ്റ്, ഇറ്റ്സ് എ ഹാപ്പി മൊമെൻറ്റ്. ആൻഡ് ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. എല്ലാവരെയും അടുത്ത 8 ദിവസത്തെ ആഘോഷത്തിന് തമ്മിൽ കാണാം, കൈകോർക്കാം, ചിരിക്കാം, സിനിമ സംസാരിക്കാം, സിനിമയെ ചേർത്ത് നിർത്താം, കേരളത്തിലെ മലയാളത്തിലെ സിനിമകളെ വളർത്താം. മലയാള സിനിമ ഇപ്പോൾ എത്തിയിരിക്കുന്നതിലും ഉയരത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും, അത് കഴിയണം. അതിനാണ് ഈ ഫിലിം ഫെസ്റ്റിവൽ. സോ അതുമാത്രമല്ല, ഇന്ന് ഡെലിഗേറ്റ് കിറ്റിൻ്റെ വിതരണം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ഡോക്ടർ ദിവ്യ എസ് അയ്യർ, താങ്ക് യു. ആൻഡ് നടി ലിജോ, my colleague, I'm very happy and proud, thank you. So ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്, it's very good, thank you. And I wish everybody an extraordinary അനുഭവമായി മാറട്ടെ. ഈ സിനിമകൾ നമ്മളെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കട്ടെ. 19ാം നല്ല സിനിമകൾ അവാർഡുകൾ നേടട്ടെ. നന്ദി, നമസ്കാരം. നന്ദി ശ്രീമതി കുക്കു പരമേശ്വരൻ, വൈസ് ചെയർപേഴ്സൺ ചലച്ചിത്ര അക്കാദമി. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ ആദ്യ ഡെലിഗേറ്റ് കിറ്റ് വിതരണോദ്ഘാടനമാണ് അടുത്ത് നടക്കുന്നത്. 2024 നടന്ന സംഭവം എന്ന ചിത്രത്തിലൂടെ മികച്ച സ്വഭാവ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കരസ്ഥമാക്കിയ അഭിനേത്രി ലിജോമോൾ ജോസാണ് ആദ്യ ഡെലിഗേറ്റ് കിറ്റ് ഏറ്റുവാങ്ങുന്നത്. ആദ്യ ഡെലിഗേറ്റ് കിറ്റ് നൽകുന്നതിനായി സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IASനെ ക്ഷണിക്കുന്നു. കിറ്റ് ഏറ്റുവാങ്ങുന്നതിനായി അഭിനേത്രി ലിജോമോൾ ജോസിനെയും ക്ഷണിച്ചുകൊള്ളുന്നു.
ഡോക്ടർ ദിവ്യ എസ് അയ്യറിനുള്ള ഡെലിഗേറ്റ് കിറ്റ് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ ശ്രീമതി കുക്കു പരമേശ്വരൻ ഇവിടെ സമ്മാനിക്കുന്നു. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾക്ക് ഡെലിഗേറ്റ് കിറ്റ് കൈമാറുന്നതിനായി പ്രമുഖ നടനും അക്കാദമി ജനറൽ കൗൺസിൽ അംഗവുമായ ശ്രീ സുധീർ കരമനെ ക്ഷണിക്കുന്നു. താങ്ക് യു. സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ സിനിമാ ആസ്വാദകരുടെയും സവിശേഷ സാന്നിധ്യത്തിൽ 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഡെലിഗേറ്റ് കിറ്റ് വിതരണോദ്ഘാടനം സസന്തോഷം നിർവഹിച്ചതായി പ്രഖ്യാപിക്കട്ടെ. ലോകം കേരളത്തിലേക്ക് വിരുന്ന് വരികയാണ് വീണ്ടും. എല്ലാ വർഷവും ഡിസംബർ മാസമാകുമ്പോൾ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്ന നമ്മുടെ സ്വന്തം IFFKക്ക് ഇക്കുറിയും തലസ്ഥാന നഗരിയിൽ ഇപ്പോൾ ആരംഭം കുറിച്ചിരിക്കുകയാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു വലിയ ഭാഗഭാക്കാണ്, തിരുവനന്തപുരത്തിൻ്റെ ഒരു ഹൃദയമിടിപ്പാണ് IFFK എന്നുള്ളത്. ഒരല്പം കൂടി വളർന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് തിരുവനന്തപുരത്തുകാരുടെ മാത്രം സ്വന്തം അഹങ്കാരമല്ല, കേരളത്തിൻ്റെ അഹങ്കാരമാണെന്ന്. അതും കഴിഞ്ഞ് അല്പം കൂടി വളർന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെ എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ അഭിമാനമാണ് IFFK എന്നുള്ളത്. കാരണം ഇവിടെ എത്തിച്ചേരുന്ന ഓരോ സിനിമ ആസ്വാദകയും ആ ഒരു വികാരം തന്നെയാണ് ഏറ്റുപറയുന്നതും. കുക്കു ഇവിടെ സൂചിപ്പിച്ച പോലെ ഓരോ വർഷവും അവരാവർത്തിച്ച് വീണ്ടും വീണ്ടും നമ്മുടെ മണ്ണിലേക്ക് തിരിച്ചെത്തുന്നത് നമ്മുടെ സിനിമ അത്രമാത്രം ലോകത്തിൻ്റെ വികാരങ്ങളെ ഒപ്പിയെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കേരളം എന്നുള്ളത് സംസ്കാരങ്ങളുടെ ഒരു സങ്കലനമാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ ഒരു ആധുനിക മുഖമാണ് IFFK എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. കാരണം ലോക സിനിമ കേരളം കാണാനായി എത്തുകയാണ് IFFKയിലൂടെ. മലയാളികൾ അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള സിനിമാ ആസ്വാദകർ ജീവിതത്തിൻ്റെ ഓരോ നിഴലും വെളിച്ചവും സിനിമയിലൂടെ ഒപ്പിയെടുക്കുവാൻ ഈ IFFKയിലൂടെ ആഗ്രഹിക്കുന്നു, അതിനായി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. എത്ര നല്ല സിനിമ നമ്മൾ ഉണ്ടാക്കിയാലും അത് കാഴ്ചക്കാരുടെ മധ്യത്തിലേക്ക് ആവേശപൂർവ്വം എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമ സാർത്ഥകമാവില്ല. ഞാൻ ലിജോ മോളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണ് പഠിച്ചത് എന്നുള്ളത് ചോദിച്ചായിരുന്നു. ഏത് വിഷയത്തിലായിരുന്നു ഡിഗ്രി ചെയ്തതെന്ന്. അപ്പോൾ ലിജോ മോൾ എന്നോട് പറഞ്ഞു PG ചെയ്തത് ലൈബ്രറി സയൻസസിലാണെന്ന്. അപ്പോൾ അധികം പേർ ഇന്ന് ലൈബ്രറി സയൻസസിൽ PG ചെയ്ത അധികം പേരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്നേഹം തോന്നി. പുസ്തകങ്ങളുടെ കൂട്ടുകാരിയാണ് ലിജോ മോൾ എന്നുള്ളത് കൊണ്ടും. അങ്ങനെ
അത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ ഒരു വിഷയം, ഒരു പുസ്തകം ഒരു വ്യക്തി എഴുതി കഴിഞ്ഞതിന് ശേഷം, ഗ്രന്ഥകാരനോ ഗ്രന്ഥകാരിയോ എഴുതി കഴിഞ്ഞതിന് ശേഷം ആ പുസ്തകം എപ്പോഴും അപൂർണമായിട്ടാണ് നിലനിൽക്കുക. അത് വായനക്കാരുടെ കയ്യിൽ എത്തിച്ചേരുമ്പോഴാണ്, വായനക്കാരുടെ ഹൃദയത്തിൽ എത്തിച്ചേരുമ്പോഴാണ് ആ പുസ്തകം പൂർണ്ണമാകുന്നത് എന്നൊരു ആശയമുണ്ട് എഴുത്തുകാരുടെ ഇടയിൽ എപ്പോഴും. അതുമാത്രമല്ല, ഒരു പുസ്തകം 1000 പേർ വായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ 1000 പുസ്തകങ്ങളായി അത് പെറ്റുപെരുകുകയാണ് ചെയ്യുക. കാരണം ഒരേ പുസ്തകം നമ്മൾ ഓരോരുത്തരും കയ്യിലെടുക്കുമ്പോൾ അത് വ്യത്യസ്ത അനുഭവമായി, വ്യത്യസ്ത ജീവിതമായി, വ്യത്യസ്ത ഭാവനയായി, വ്യത്യസ്ത യാഥാർത്ഥ്യമായി നമുക്ക് ഓരോരുത്തർക്കും അനുഭൂതി പകരുകയാണ്. അതുപോലെയാണ് യഥാർത്ഥത്തിൽ ഓരോ ചലച്ചിത്രവും. നമ്മൾ ഒത്തൊരുമിച്ചിരുന്നായിരിക്കും ഒരു ചലച്ചിത്രം കാണുന്നത്, തിയേറ്ററിനുള്ളിലായാലും IFFKയിലായാലും ഒക്കെ. പക്ഷേ ആ ചലച്ചിത്രത്തിൽ നിന്നും, ആ സിനിമയിൽ നിന്നും നമ്മൾ ഒപ്പിയെടുത്തു കൊണ്ടുപോകുന്നത് മറ്റൊരു ചിത്രമാണ്, മറ്റൊരു ചലച്ചിത്രമാണ്, മറ്റൊരു സിനിമയാണ്. ആ സിനിമയെ നമ്മൾ നമ്മുടേതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതാക്കി മാറ്റാൻ കഴിയുന്ന സിനിമകളെ സൃഷ്ടിക്കുന്ന അമൂല്യമായ കലാകാരരാണ് നമ്മുടെ മലയാളത്തിനുള്ളത് എന്നുള്ളത് നമുക്കേവർക്കും അഭിമാനിക്കാം. അതുപോലെ തന്നെ പ്രഗത്ഭരായ, നമുക്കും ഒരുപാട് പഠിക്കാൻ സാധിക്കുന്ന മികവുറ്റ കലാകാരരെയും അവരുടെ കലാസൃഷ്ടികളെയും ഒക്കെ കൊണ്ടുവന്നാണ് നമ്മൾ 30ാമത് IFFKയും ഇക്കുറി ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സസന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചലച്ചിത്ര അക്കാദമിയുടെയും ഒപ്പം KSFDCയുടെയും മറ്റ് സാംസ്കാരിക വകുപ്പിൻ്റെ മറ്റെല്ലാ സ്ഥാപനങ്ങളുടെയും എല്ലാത്തിലും ഉപരി ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ സിനിമാ ആസ്വാദകർക്കും, ഡെലിഗേറ്റ്സിനും, വോളണ്ടിയേഴ്സിനും, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ജീവിതത്തിൻ്റെ കടലാണ് കവിതയ്ക്ക് എനിക്ക് മഷിപ്പാത്രം എന്ന് വൈലോപ്പള്ളി പറഞ്ഞതുപോലെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ കടലാണ് നമ്മുടെ സിനിമയ്ക്കും മഷിപ്പാത്രമായി മാറുന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ സുരഭിലമാക്കുവാൻ, കൂടുതൽ അർത്ഥവത്താക്കുവാൻ, സിനിമയിലൂടെ അതിൻ്റെ പ്രകാശം തിരിച്ചറിയുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം. നന്ദി. ഡോക്ടർ ദിവ്യ S. അയ്യർ IAS, ഡയറക്ടർ സാംസ്കാരിക വകുപ്പ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അഭിനേത്രിയും കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവുമായ ലിജോ മോൾ ജോസിനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ ഒരു ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് പാസ് ഏറ്റുവാങ്ങാൻ, ആദ്യത്തെ ഡെലിഗേറ്റ് പാസ് ഏറ്റുവാങ്ങാൻ എന്നെ ക്ഷണിച്ച കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിക്കും അതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും, അണിയറ പ്രവർത്തകർക്കും ഞാൻ ആദ്യം തന്നെ എൻ്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെ എൻ്റെ ആദ്യത്തെ IFFK എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ സിനിമയിൽ വരുന്നതിന് മുൻപാണ്. 2013 ഞാൻ ആദ്യമായിട്ട് IFFKക്ക് വരുന്നത്. അന്ന് ഞാനിവിടെ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഞങ്ങൾ കൊളീഗ്സ് എല്ലാവരും ഞങ്ങൾക്ക് അന്ന് മോർണിംഗ് ഷിഫ്റ്റ് എടുത്ത് ഉച്ച കഴിയുമ്പോഴേക്കും ഫ്രീ ആയി ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള സമയം ഇങ്ങനെ ഓടി നടന്ന് ഓരോ തിയേറ്റേഴ്സിൽ പോയി സിനിമകൾ കാണുകയും അത് കഴിഞ്ഞിട്ട് ചർച്ചകൾ, ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ സിനിമകളെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് നടന്ന ഒരു കാലമാണ്. അപ്പോൾ എനിക്ക് IFFK എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഓർമ്മകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ 30ാമത് IFFK തീർച്ചയായും ഒരു വലിയ വിജയമായി തീരട്ടെ. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സിനിമകൾ കാണാനും അറിയാനും സിനിമകളെക്കുറിച്ചുള്ള ചർച്ചകളുടെ ഭാഗമാകാനും അതിൻ്റെ അണിയറ പ്രവർത്തകരെയൊക്കെ പരിചയപ്പെടാനും പിന്നെ നമ്മളെപ്പോലെ തന്നെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ കണ്ടുമുട്ടാനും ഒക്കെയുള്ള അവസരമാകട്ടെ. നമ്മുടെ മലയാള സിനിമയെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ എവിടെ ചെന്നാലും മലയാള സിനിമയെക്കുറിച്ച് ആളുകൾ ചോദിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അതിന് തീർച്ചയായും ഈ ഒരു മേള വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ കാണികൾ അല്ലെങ്കിൽ പ്രേക്ഷകരായിക്കോട്ടെ, നമ്മുടെ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, എല്ലാവർക്കും അത്രയും വലിയൊരു എക്സ്പോഷർ ലഭിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള മേളകളിൽ കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും സന്തോഷകരമായ ഒരാഴ്ചക്കാലം ആശംസിക്കുന്നു. നന്ദി. നന്ദി ലിജോ മോൾ ജോസ്. ചടങ്ങിന് ആശംസകൾ നേരുന്നതിനായി KSFDC ചെയർപേഴ്സൺ ശ്രീ K. മധുവിനെ ക്ഷണിക്കുന്നു.
ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ, ഡോക്ടർ ദിവ്യ സയ്യർ, സ്ഥലത്തെത്തിയില്ലെങ്കിലും എൻ്റെ നാട്ടുകാരൻ കൂടിയായ ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ ശ്രീ റസൂൽ പൂക്കുട്ടി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹപ്രവർത്തകരെ, സിനിമ ആസ്വാദകരെ, വളരെ സന്തോഷത്തോടും ഏറെ അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ വേദി പങ്കിടുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1984 കോഴിക്കോട് ഈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിക്കുമ്പോൾ അന്ന് മാക്ടയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ അതിൻ്റെ ഭാഗമാക്കുകയും പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. പിന്നെ ഇങ്ങോട്ട് ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ ഈ IFFKയുടെ വളർച്ച ഞാൻ നേരിൽ കണ്ടു. ഇപ്പം ഞാൻ അഭിമാനത്തോടുകൂടി ഇവിടെ നിൽക്കുന്നത് ഞാൻ KSFDC ചെയർമാനായി ഈ മേള പങ്കിടുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനവും അതിലേറെ സന്തോഷവുമാണ്. എന്തായാലും ഈ കഴിഞ്ഞ 30 വർഷമായിട്ടുള്ള ഈ മേളയുടെ വളർച്ച അത് നോക്കിക്കണ്ട എല്ലാവർക്കും, സിനിമകൾ കണ്ട് ആസ്വദിച്ച് അനുഭവിച്ച എല്ലാവർക്കും അത് വളരെ നല്ല ഒരു സംഭവമായി തോന്നുന്നു. അതിന് ഈ വർഷത്തെ ഈ 30ാമത് ചലച്ചിത്ര മേള സംഘടിപ്പിക്കാനൊരുങ്ങിയ ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ റസൂൽ പൂക്കുട്ടി, അതിലെ മറ്റംഗങ്ങൾ, പിന്നെ ഇതിനുവേണ്ടി അജീവാനന്ദം ശ്രമിക്കുന്ന പരിസ്ഥിതി ഓടി നടക്കുന്ന ശ്രീ അജോയ്, എത്ര തിരക്കിലാണെങ്കിലും എപ്പോൾ വിളിച്ചാലും ഫോൺ അപ്പം എടുക്കും, ഇല്ലെങ്കിൽ തിരിച്ചപ്പം വിളിച്ചിരിക്കും. അത്രയേറെ ഉത്തരവാദിത്തോടുകൂടി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ അജോയ്. പിന്നെ ഇവിടെ പറഞ്ഞപ്പോൾ KSFDC ചെയർമാൻ എന്നുള്ളതിൽ KFMനെ പറ്റി ഒരു 2 വാക്ക്. കേരള ഫിലിം മാർക്കറ്റ്, എൻ്റെ മുൻഗാമിയായിരുന്ന ഷാജി സാർ, ഷാജി കരുൺ, അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ ഊഹിച്ചാണ് ഫിലിം മാർക്കറ്റ്. അത് 2 വർഷം അദ്ദേഹം വളരെ ഭംഗിയായി നടത്തി. ഞാൻ ചെയർമാനായി ചാർജ് എടുത്ത ഉടൻ തന്നെ MD പോയി തോന്നുന്നു, പ്രിയദർശൻ MD, ഞാൻ അദ്ദേഹമായിട്ട് ആലോചിച്ചു. ഞാൻ പറഞ്ഞു ഇതെത്രയും ഭംഗിയായി ഈ വർഷം ഇത് നടത്തണം എന്ന് പറഞ്ഞു. കാര്യം അത് ഷാജി സാറിന് സമർപ്പിക്കുന്ന ഒരു ഗുരുദക്ഷിണയായിട്ട് കാണുന്നു ഈ KFM. അതുകൊണ്ട് ഞങ്ങളുടെ KSFDC പ്രവർത്തകരെല്ലാം കൂടെ അതിഭംഗിയായി അത് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ 14-ാം തീയതി രാവിലെ സൗത്ത് പാർക്കിൽ 10 മണിക്കാണ് അതിൻ്റെ ഇനോഗ്രേഷൻ. ഈ വേദി നിങ്ങളെയെല്ലാം ക്ഷണിക്കാൻ കൂടി ഞാൻ ഉപയോഗിക്കുകയാണ്. എല്ലാവരും അവിടെ എത്തണം, സഹകരിക്കണം, വിജയിപ്പിക്കണം. ഇത് ഈ വർഷം കുറേ കൂടെ വിപുലമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ആശയത്തിൻ്റെ വിപുലത കൊണ്ട് കുറേ കൂടെ ഭംഗിയായിരിക്കും ഈ KFM എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം അടുത്ത 7 ദിവസം ആസ്വദിക്കാനും ആനന്ദിക്കാനും അതുപോലെ തന്നെ അതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സിനിമാ പ്രവർത്തനം എന്നുള്ളതിൽ ഞാൻ പറയുകയാണ്, അതിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും സിനിമാ മേഖലയിലേക്ക് വന്ന് അവരുടെ കഴിവുകൾ തെളിയിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഫെസ്റ്റിവലിന് വിവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ K. മധു, ചെയർപേഴ്സൺ KSFDC. ചടങ്ങിന് ആശംസകൾ നേരുന്നതിനായി സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ ശ്രീ മധുപാലിനെ ക്ഷണിക്കുന്നു. മുപ്പതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വേദിയിലേക്ക് ഡെലിഗേറ്റ്സ് കിറ്റ് വിതരണ ഉദ്ഘാടനത്തിൻ്റെ വേദിയിലിരിക്കുന്ന ആദരണീയരെ, പ്രിയപ്പെട്ടവരുടെ സുഹൃത്തുക്കളെ, 30 വർഷം ഈ ചലച്ചിത്രമേള 30ാമത്തെ ചലച്ചിത്രമേളയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യം തന്നെയാണ് ഇത് 30 വർഷം നിലനിൽക്കുന്നു എന്നുള്ളത്. ഇനിയുള്ള യാത്രയും സ്വാഭാവികമായിട്ട് ഒരുപാട് ചലച്ചിത്ര പ്രവർത്തകരെയും ചലച്ചിത്രകാരന്മാരെയും ഒക്കെ ഈ ചലച്ചിത്രമേളകളിലൂടെ മലയാളത്തിനും കേരളത്തിനും ഇന്ത്യക്കുമൊക്കെ സമ്മാനിക്കാൻ സാധിച്ചതിലുള്ളൊരു സന്തോഷം ഞാൻ ഇതിനകത്ത് പങ്കുവെക്കുന്നുണ്ടല്ലോ. കാരണം 88 മുതൽ ഈ ചലച്ചിത്രമേളയുടെ, അതായത് IFFI കേരളത്തിൽ വന്ന് അന്ന് ടൂറിംഗ് IFFI വന്നു തുടങ്ങിയ കാലം മുതൽ, ഇതൊരു 94 മുതൽ ഇത് കേരളത്തിൻ്റെ ചലച്ചിത്രമേളയായി മാറിയ കാലം മുതൽ ഇതിൻ്റെ പുറകെ നിൽക്കുകയും ഒപ്പം ഉണ്ടാവുകയും ഒക്കെ ചെയ്ത് കാഴ്ചക്കാരനായിട്ടൊക്കെ നിന്നിട്ട് തിരിച്ചിതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴൊക്കെയുള്ള സന്തോഷമുണ്ട്. അത് തീർച്ചയായിട്ടും എല്ലാവർക്കും അഭിമാനിക്കാവുന്നൊരു നേട്ടം തന്നെയാണ്. തീർച്ചയായും ഈ ചലച്ചിത്രമേളയിലൂടെ പുതിയ കാലത്തെ പുതിയ പ്രവർത്തകരെയും പുതിയ ചലച്ചിത്ര ബോധത്തെയുമെല്ലാം കൊണ്ടെത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശയുണ്ട്. ഇനി വരുന്ന ദിവസങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷങ്ങളായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.